നമസ്കാരം. തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദം കേരള രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ വിവാദങ്ങളുടെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? LDF-ഉം UDF-ഉം ചേർന്ന് നടത്തുന്ന ഈ പ്രചാരണങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാട്ടിക്കൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പ്രസ്താവനകൾ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത് വെറുമൊരു പ്രതികരണം മാത്രമായിരുന്നില്ല, മറിച്ച് പ്രതിപക്ഷത്തിന്റെ കള്ളക്കളികളെ ഒന്നൊന്നായി പൊളിച്ചെഴുതുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പതിവ് പോലെ പ്രതിപക്ഷം ഒരു പുതിയ ആരോപണവുമായി രംഗത്തെത്തി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിജയിച്ചത് വ്യാജ വോട്ടുകൾ ഉപയോഗിച്ചാണെന്നും അവർ ആരോപിച്ചു. ഒരു വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം 70,000 ആണെന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ച് ഏതാനും വോട്ടുകളുടെ പേരിൽ വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് പ്രതിപക്ഷം. ഇത് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം മാത്രമാണെന്ന് BJP ആദ്യമേ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും നിലവിൽ ഈ ആരോപണങ്ങളെയൊക്കെ തരിപ്പണമാക്കിക്കൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി. അദ്ദേഹത്തിന്റെ ഓരോ വാക്കും പ്രതിപക്ഷത്തിന്റെ വാദങ്ങളെ തകർക്കുന്നതായിരുന്നു. 10 വർഷം ജനങ്ങളെ ദ്രോഹിച്ച ഒരു സർക്കാർ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം തുറന്നടിച്ചു. തിരഞ്ഞെടുപ്പ് അടുത്താൽ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും ഒരുമിച്ച് ചേർന്ന് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളെ വിഡ്ഢികളാക്കരുത് എന്നാണ് അദ്ദേഹം ആദ്യം ഉന്നയിച്ചത്. ആരോപണങ്ങൾ ഉള്ളവർ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകുകയാണ് വേണ്ടത്, അല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നാടകം കളിക്കുകയല്ല. അടുത്തത് കോൺഗ്രസ് CPM കൂട്ടുകെട്ടിനെ തുറന്നു കാട്ടി. കോൺഗ്രസ് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന പാർട്ടിയാണെന്നും CPM-നെ അവരുടെ B ടീം എന്നും വിളിച്ച് അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ഏകീകരണം തുറന്നു കാട്ടി. 70,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി വിജയിച്ചതിനെ ഏതാനും വോട്ടുകളുടെ പേരിൽ വിവാദമാക്കുന്നത് ശുദ്ധ അസംബന്ധമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിന്റെ പോക്കറ്റ് ആണെങ്കിൽ കോടതി ഉണ്ടല്ലോ എന്നും അവിടെ പരാതിപ്പെടാൻ എന്തുകൊണ്ട് പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. ഈ ആരോപണങ്ങൾക്കിടയിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തിയത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും ശക്തമായ ഒരു സന്ദേശമാണ് നൽകിയത്. CPM ഓഫീസിലേക്കുള്ള മാർച്ചിനിടെ പരിക്കേറ്റ BJP പ്രവർത്തകരെ കാണാൻ ആശുപത്രിയിലെത്തി അവരുടെ ആരോഗ്യ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത് അദ്ദേഹത്തിന് പ്രവർത്തകരോടുള്ള കരുതൽ വ്യക്തമാക്കുകയാണ്. പിന്നീട് തന്റെ ഓഫീസിന് നേരെ നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതും BJP പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചതും പാർട്ടിയുടെ ശക്തമായ നിലപാടിനെയാണ് അടിവരയിട്ട് കാണിക്കുന്നത്. ആശുപത്രിയിലെത്തിയ ശേഷം ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി എന്ന് മാത്രമാണ് അദ്ദേഹം പ്രതികരിച്ചത്. വാക്കുകളേക്കാൾ പ്രവൃത്തിയാണ് പ്രധാനമെന്ന് അദ്ദേഹം ഈ പ്രസ്താവനയിലൂടെ വീണ്ടും തെളിയിച്ചു കാണിച്ചു. തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദം ഒരു രാഷ്ട്രീയ നാടകം മാത്രമായിരുന്നു എന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കുകളിലൂടെ എന്തായാലും വ്യക്തമായിട്ടുണ്ട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ശ്രമങ്ങളെ BJP ശക്തമായി നേരിടുന്നു. തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ ഇനിയും ഉണ്ടാകാം, എന്നാൽ സത്യം എന്നും വിജയിക്കുമെന്ന് BJP വിശ്വസിക്കുന്നു. തൃശൂരിലെ ജനങ്ങൾ ഈ കള്ളപ്രചാരണങ്ങളെ തള്ളിക്കളഞ്ഞ് സത്യത്തിനൊപ്പം നിൽക്കും.